സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു റൊട്ടിയാണ്. വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വിഭവമാണ്. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി 2.5 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഇത്രയുള്ളൊരു കഷ്ണമാണ് ഞാൻ എടുത്തത്. പിന്നെ ഒരു 2 കറിവേപ്പില, പച്ചമുളക്, ക്യാരറ്റ്, മല്ലിയില, സാലഡ് വെള്ളരിക്ക, 2 സവോള. അപ്പൊ ഇത്രയും സാധനങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ നമ്മുടെ അരിപ്പൊടി 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂണിനടുത്ത് കായപ്പൊടി, പിന്നെ നല്ലെണ്ണ. അത് നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആദ്യം വെള്ളമില്ലാതെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ചേർത്തു, പിന്നെ കായപ്പൊടി, പിന്നെ ഈ ജീരകം എടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ജീരകം നന്നായിട്ടൊന്ന് തീപ്പോയി. ഇനി നമ്മൾ ഇത് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മാൻ പോവാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് ഞാൻ ഒന്നുകൂടി, ഇത് ഇടിയപ്പത്തിന്റെ പൊടിയാണ്, വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തൊരു ഉപ്പ് നോക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴയ്ക്കാം. ഇത് കുഴച്ച് ഞാനിവിടെ കുഴച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചത്. ഇച്ചിരി വെള്ളം വേണം. ഇത് കണ്ടോ, ഇങ്ങനെ നിങ്ങളിതെല്ലാം കൂടെ ആ പൊടി പോലെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഈ വെള്ളം ചേർക്കുന്നത് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം വെള്ളം ചേർത്ത് കുഴച്ച് അപ്പം ഉപയോഗിക്കാം. എന്നിട്ട് വേണ്ട സമയത്ത് ചൂടായി ഉണ്ടാക്കി കഴിക്കും. അപ്പൊ നമുക്കിത് ഉണ്ടാക്കാം. കല്ലൊന്ന് ചൂടായി, തവ വെച്ചിട്ടുണ്ട്. ഞാനതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തു. ഒരു പാത്രത്തില് കുറച്ച് വെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിലൊന്ന് കൈ മുക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ എണ്ണ തേച്ചിട്ടായാലും മതി. എടുത്തിട്ട് വെച്ച് തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കൈ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ മുക്കിയിട്ട് ബട്ടർ പേപ്പറിലൊക്കെ ഇതുപോലെ എണ്ണ തടവിയിട്ട് പരത്തിയിട്ട് ഇതിലേക്ക് മറിച്ചിടുകയോ അങ്ങനെയൊക്കെ ചെയ്താലും അത് നമുക്ക് കുറച്ച് എണ്ണ ഇതിന്റെ സൈഡ് വഴി ഒന്ന് ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കാം. ഒന്ന് ആകാൻ വേണ്ടി അല്പം മേലെ തൂവി കൊടുക്കാം. ഒരു മീഡിയം തീയിലേ ഇടാവുള്ളൂ. ഒരു വശം തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് തിരിച്ചിടാം. തയ്യാറായിട്ടുണ്ട് റൊട്ടി. അത് നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല റൈസ് റൊട്ടിയും ചെറിയ പീസ് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് അകത്ത്, പക്ഷെ നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് എനിക്ക് എഴുതുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. Thank you.